ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾ നേരത്തെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പോവാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണ്, എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം. When an electromagnetic radiation of sufficiently high frequency is incident on certain metals like sodium, copper, cesium, etc., electrons are emitted from them. This phenomenon is known as photoelectric effect and the emitted electrons are called photoelectrons. Okay, upon electromagnetic radiation of sufficiently high frequency is incident on certain metals. Sufficiently high frequency ഉള്ള electromagnetic radiation metal surfaceൽ വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ആൻഡ് ഈ ഫിനോമിനനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇവിടെ കാണിച്ചേക്കണുണ്ടോ? 2 ഫോട്ടോൺസ് വന്ന് ഒരു മെറ്റൽ പ്ലേറ്റിൽ വീഴുമ്പോൾ 2 ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തേക്കണു. അപ്പോൾ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ഫിനോമിനൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ 1887 ബൈ ഹെർട്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ലൈറ്റ് മാത്രമല്ല, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നിങ്ങൾക്കറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഏതൊക്കെയാണ്? ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ വീണാലും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കും. അതാണ് പറഞ്ഞേക്കുന്നത്. ദ എൻറ്റയർ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇനി നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് കാണിച്ചേക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സ്റ്റഡി ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ എ എന്ന് പറയുന്നത് എമിറ്റിംഗ് പ്ലേറ്റ് ആണ്. സോഡിയം, കോപ്പർ, സീഷ്യം അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഒരു എമിറ്റിംഗ് പ്ലേറ്റ് ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് കളക്റ്റിംഗ് പ്ലേറ്റ് ആണ്. ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ബി ആണ് കളക്ട് ചെയ്യുക. സി എന്ന് പറയുന്നത് ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബാണ്. ഈ ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിനകത്താണ് ഈ 2 ഇലക്ട്രോഡ്സും വച്ചേക്കുന്നത്. ഇനി ഈ ഇലക്ട്രോഡ്സിലേക്ക് നമ്മളൊരു വേരിയബിൾ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. എയിലേക്ക് എമിറ്റിംഗ് പ്ലേറ്റിലേക്ക് നെഗറ്റീവ് വോൾട്ടേജും കളക്റ്റിംഗ് പ്ലേറ്റിലേക്ക് പോസിറ്റീവ് വോൾട്ടേജുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇത്രയുമാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സഫിഷ്യൻ്റ്ലി ഹൈ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എ എന്ന് പറയുന്ന പ്ലേറ്റിലേക്ക് വന്ന് വീഴുമ്പോൾ എയിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ബി കളക്റ്റഡ് ബൈ കളക്റ്റിംഗ് പ്ലേറ്റ് ബി. ഓക്കെ, ഇവിടെ നമ്മളൊരു വേരിയബിൾ പവർ സപ്ലൈ ആണ് കൊടുത്തേക്കുന്നത്. വേരിയബിൾ പവർ സപ്ലൈയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പൊട്ടൻഷ്യൽ മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എന്താ പറയാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നു പറഞ്ഞു. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനകത്ത് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റിംഗ് പ്ലേറ്റിനെ പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ വെക്കുകയാണ്. അതായത് എമിറ്റിംഗ് പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കളക്റ്റിംഗ് പ്ലേറ്റിനെ നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വെക്കണമെങ്കിൽ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. കളക്റ്റിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് എല്ലാം ഇങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസും കളക്റ്റിംഗ് പ്ലേറ്റിലേക്ക് എത്തും. ഓക്കെ, അതാണ് പറയുന്നത്. ഓൾ ദ എമിറ്റഡ് ഇലക്ട്രോൺസ് റീച്ച് ദ കളക്റ്റിംഗ് പ്ലേറ്റ് ആൻഡ് ഫോട്ടോ കറണ്ട് സാച്ചുറേറ്റ്സ്. അതായത് കളക്റ്റിംഗ് പ്ലേറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വെച്ചിരിക്കണമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസും എവിടെ എത്തും? കളക്റ്റിംഗ് പ്ലേറ്റിൽ എത്തും. എന്നിട്ട് മാക്സിമം ഫോട്ടോ കറണ്ട് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഫോട്ടോ കറണ്ട് സാച്ചുറേറ്റ്സ്. കണ്ടോ? ഫോട്ടോ കറണ്ട് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആവുന്ന സമയത്ത് ഫോട്ടോ കറണ്ട് സാച്ചുറേറ്റ്സ്. അവിടെ ഉണ്ടാവുന്ന എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസും കളക്ടർ കറണ്ടിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ പോസിറ്റീവ് വോൾട്ടേജ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോസിറ്റീവ് വോൾട്ടേജ് കൂട്ടിയിട്ട് കാര്യമില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൽ തന്നെ അവിടെ ഉണ്ടാവുന്ന എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസും കളക്ടറിൽ എത്തുന്നുണ്ട്.
ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കുറച്ച് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കി. അതായത് എന്ന് പറഞ്ഞാൽ ഈ റീജിയനിലേക്ക് വന്നു അല്ലേ. ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, എന്നിട്ട് പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ കുറയ്ക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്യാണ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കി. പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കുമ്പോഴേക്കും എന്ത് പറ്റി, ഫോട്ടോ കറണ്ട് ഇസ് ഡിക്രീസിങ്. അതായത് ഇവിടെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് പ്ലേറ്റ് ആണെന്ന് പറയുമ്പോഴേക്കും ഇലക്ട്രോൺസ് എന്ത് പറ്റും, ഇങ്ങോട്ടേക്ക് വരണത് കുറയും അല്ലേ. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് അവിടെ എത്താണ്ടാകും. ഓക്കെ, അതാണ് കണ്ടോ, ഫോട്ടോ ഇലക്ട്രിക്കിന്റെ കറണ്ട് കുറയാൻ തുടങ്ങി. പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആവണ അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് മെയ്ഡ് മോർ നെഗറ്റീവ്. ആ പൊട്ടൻഷ്യലിനെ പിന്നെയും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കി. ആ ഒരു പെർട്ടിക്കുലർ കുറച്ച് കൊണ്ടുവന്ന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴേക്കും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല, സീറോ ആയി പോകും. ദാറ്റ് ഈസ് ദി ഇലക്ട്രോൺസ് ആർ ജസ്റ്റ് ടേൺ ബാക്ക് ആൻഡ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കം സീറോ. ഓക്കെ, ആ വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ്. സ്റ്റോപ്പിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസ് എ നെഗറ്റീവ് വോൾട്ടേജ് അണ്ടർ വിച്ച് ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ടേക്ക് പ്ലേസ്. ഈ വോൾട്ടേജിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണില്ല, ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ജസ്റ്റ് ടേൺ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ പറയണത്. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫോട്ടോ കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ ഫാക്ടേഴ്സ്. The first one is the frequency of the incident radiation. Photo current depends upon the frequency of the incident radiation, then on the intensity of the incident radiation, then on the potential difference between the electrons. അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറുന്ന അനുസരിച്ച് ഫോട്ടോ കറണ്ടിന്റെ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ potential difference between the electrons and on the nature of the emitting substance. ഓരോ സബ്സ്റ്റൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു കട്ട് ഓഫ് വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞു. കട്ട് ഓഫ് വോൾട്ടേജ് ഫോർ സോഡിയം ഇസ് 2.3 വോൾട്ട്, ഫോർ കോപ്പർ ഇറ്റ് ഇസ് 4.7 വോൾട്ട് എക്സെട്ര. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ കട്ട് ഓഫ് വോൾട്ടേജ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. എന്താണ്, കളക്ടർ കറണ്ട് വേഴ്സസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഗ്രാഫ് ആണ് ഇത് കാണിച്ചേക്കുന്നത് ഫോർ എ പെർട്ടിക്കുലർ frequency. Okay, this shows the variation of photocurrent with collector current for different intensities of light. I1, I2, I3 മൂന്ന് intensity of light എടുത്തിട്ടുണ്ട്. ഇവിടെ I1 is less than I2 is less than I3. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വരുന്നതെങ്കിലും ഗ്രാഫിൻ്റെ നേച്ചർ സെയിം ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടേജിന് ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് സാച്ചുറേഷൻ സംഭവിക്കണു. നെഗറ്റീവ് വോൾട്ടേജ് ആവണതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയണു. ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് വോൾട്ടേജിൽ എൻറ്റയർ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും സീറോ ആവണം. അപ്പോൾ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വരുന്നുണ്ടെങ്കിലും നേച്ചർ ഓഫ് ദ ഗ്രാഫ് റിമെയിൻസ് ദ സെയിം. ഇനി നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കൺക്ലൂഷൻസിലേക്ക് എത്താം. അപ്പോൾ അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കണത്. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറയണതെന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് ഇസ് ലോവർ ദാൻ എ ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഫോട്ടോ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് വാട്ട് എവർ ബി ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് മുകളിലാണ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയിൽ എങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ദ ഫ്രീക്വൻസി അബവ് വിച്ച് ദ photoelectric phenomenon takes place is known as the threshold frequency. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാളും കുറവാണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. നമ്മൾ എത്രയൊക്കെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുത്താലും അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെങ്കിലുള്ള പ്രൈമറി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാളും മുകളിലായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. ഇൻറ്റൻസിറ്റിക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇൻറ്റൻസിറ്റി എത്ര കൂട്ടി കൊടുത്തിട്ടും കാര്യമില്ല. ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലാണ് ഫ്രീക്വൻസിക്ക് മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ.
ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ the kinetic energy of the emitted electrons varies from 0 to a maximum value. Okay, ആ photo electronsന്റെ kinetic energy varies from 0 to a maximum value, and the maximum value depends upon the frequency of the radiation and not upon the intensity of the radiation. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ കൈനറ്റിക് എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ദ കൈനറ്റിക് എനർജി വേരീസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആണ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നിട്ട് ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അതനുസരിച്ച് എമിറ്റ് ചെയ്യണ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. Third one is the stopping voltage Vc for the photoelectrons emitted from a given surface increases linearly with the increase of incident radiation. നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് വോൾട്ടേജിൽ എന്ത് പറ്റും? ഫോട്ടോ ഇലക്ട്രോൺസ് ബിക്കം സീറോ. അതിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എന്നല്ലേ. അപ്പോൾ സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഇൻസിഡന്റ് റേഡിയേഷൻ ആണ് യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ കൂടുതൽ വലിയ സ്റ്റോപ്പിംഗ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ അവിടെയുള്ള ഫോട്ടോ ഇലക്ട്രോൺസിനെ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മീൻസ് ആ എന്താ പറയുക കളക്റ്റിംഗ് ഇലക്ട്രോഡിലേക്ക് എത്താണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, that is the third point. And fourth one is for a particular frequency the number of photoelectrons emitted is directly proportional to the intensity of light. Okay, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇന്റൻസിറ്റി കൂടുന്ന അനുസരിച്ച് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇൻക്രീസസ്. അതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കണത്. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ഫിക്സ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഇന്റൻസിറ്റി കൂട്ടി കൊടുത്തു. അപ്പോൾ I1 എന്ന് പറയുന്ന ഇന്റൻസിറ്റിക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇത്രയാണ്. ഈ ഫ്രീക്വൻസി ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസിയിൽ തന്നെ നമ്മൾ ഇന്റൻസിറ്റി കൂട്ടി കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി അല്ലേ. അതുപോലെ തന്നെ പിന്നെയും കൂട്ടിയപ്പോൾ എന്ത് പറ്റി? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി. അപ്പോൾ ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മേളിലാണെങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, and there seems to be no time lag between the onset of irradiation and the resulting photocurrent. അതായത് ഈ പ്രോസസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ലൈറ്റ് വന്ന് വീഴില്ല അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ ഉടൻ തന്നെ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ആ ലൈറ്റ് വന്ന് വീഴണതും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണതുമായിട്ട് ഒരു ടൈം ലാഗ് ഇല്ല എന്നാണ് പറയണത്. ഒരു താമസമില്ല ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊണ്ടുവരണം. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ഐൻസ്റ്റീൻ ആണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഐൻസ്റ്റീൻ in 1905 explained all these conclusions, all these gave explanations for all these conclusions derived from the experiment, and it was based on Planck's quantum hypothesis. അപ്പോൾ ഐൻസ്റ്റീൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we cannot consider the light beam as a continuous wave or as a wave supplying energy to a substance in a continuous manner. Instead, a light of frequency nu should be considered as a bunch of photons of frequency nu, each having energy h nu എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുണ്ടാകും? കുറേ ഫോട്ടോൺസ് ആണ് ഉള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ bunch of photons of frequency nu and each having an energy h nu. ഓരോ ഫോട്ടോണിന്റെ എനർജി എന്തായിരിക്കും എന്നാ പറയണത്? h nu ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ,
അപ്പോൾ നമ്മൾക്ക് ഇവിടെ ലൈറ്റിന്റെ വേവ് കൺസെപ്റ്റ് മാറിയിട്ട് എന്ത് കൺസെപ്റ്റിലേക്ക് പോകണം? കോർപ്പസ്കുലർ നേച്ചറിലേക്ക് പോകണം. അതായത് ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോൺസ് ഓഫ് ഫ്രീക്വൻസി ന്യൂ ഈച്ച് ഹാവിംഗ് എനർജി എച്ച് ന്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു എച്ച് ന്യൂ എനർജി ഉള്ള ഒരു ഫോട്ടോൺ, ഓക്കെ, അതിനകത്ത് ഒരു ഫോട്ടോൺ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്താ പറ്റണത്? ഈ ഫോട്ടോൺസ് വന്നിട്ട് മെറ്റൽ സർഫസിൽ വീഴുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഫോട്ടോൺ വന്ന് മെറ്റൽ സർഫസിലേക്ക് വീഴുമ്പോൾ ആ ഫോട്ടോണിനെ ആര് അബ്സോർബ് ചെയ്യും? സിംഗിൾ ഒരു ഇലക്ട്രോൺ, ഒരു ഫോട്ടോണിനെ ഒരു ഇലക്ട്രോൺ ആണ് അബ്സോർബ് ചെയ്യുക. ഒരു ഇലക്ട്രോൺ അപ്പം തന്നെ അതിനെ അബ്സോർബ് ചെയ്തു. അപ്പൊ ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്? ഇലക്ട്രോൺസ് ആ സബ്സ്റ്റൻസുമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്താണ് ഇരുത്തിയിരിക്കുന്നത് അല്ലെ. ആ ഇലക്ട്രോണിനെ ആ സബ്സ്റ്റൻസ് വലിച്ചു പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഇലക്ട്രോണിന് ആ സബ്സ്റ്റൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അതിനെ ആ ഒരു എന്താ പറയാ, അവിടെ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്ത് അത് വലിച്ചു പിടിച്ചേക്കണതിനെ വിടിയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇലക്ട്രോൺസിന് ആ സബ്സ്റ്റൻസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇൻസിഡന്റ് ചെയ്യണ എനർജി എന്ന് പറയുന്നത് എന്താണ്? എച്ച് ന്യൂ എനർജി ആണ്. എച്ച് ന്യൂ എനർജിയുടെ ഒരു പാർട്ട് ഓഫ് എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈസ് യൂസ് ടു ലിബറേറ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ സബ്സ്റ്റൻസ് ആൻഡ് ബാക്കിയുള്ള എനർജിയാണ് ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടണത്. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യണത്? ആ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് ഒന്നും കൂടി പറയാം. അതായത് എച്ച് ന്യൂ എനർജി ഉള്ള ഒരു ഫോട്ടോൺ വന്ന് ഒരു ഇലക്ട്രോണിൽ വീഴുമ്പോഴേക്കും ആ ഇലക്ട്രോൺ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിയിലെ ഒരു പോർഷൻ ഓഫ് എനർജി ഉപയോഗിച്ചിട്ട് അതിനെ ആ സബ്സ്റ്റൻസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യും. അപ്പൊ അത് കഴിയുമ്പോഴേക്കും എന്ത് പറ്റി? ബാക്കി കുറച്ച് എനർജി ഉണ്ട്. ആ ബാക്കി കുറച്ച് എനർജിയാണ് ആ ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ആ ഇലക്ട്രോൺ ആ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു പാർട്ട് ഓഫ് ദ എനർജി ഈസ് യൂസ് ടു ലിബറേറ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ സബ്സ്റ്റൻസ്. ആ എനർജിയെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെ 50 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോന്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. അതിലെ പാർട്ട് ഓഫ് എനർജി ഈസ് ദ ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ. ബാക്കിയുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് Einstein's photoelectric equation, and this work function depends on the nature of the substance. ചില സാധനങ്ങൾക്ക് കൂടുതൽ എനർജി വേണ്ടി വരും ഇലക്ട്രോൺസിനെ വിട്ടുകിട്ടാൻ, ചില സാധനങ്ങൾക്ക് കുറച്ച് എനർജി മതി ഇലക്ട്രോൺസിനെ വിട്ടുകിട്ടാനായിട്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ not all the electrons that are being hit by the photons will leave the substance. എല്ലാ ഇലക്ട്രോൺസിനും ഫോട്ടോൺസ് വന്ന് വീണ എല്ലാ ഇലക്ട്രോൺസിനും ഒന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ലിബറേറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് ചാടാൻ വേണ്ടി പറ്റില്ല. എന്താണ്? only those electrons which are given an energy more than the work function will leave the surface. അതിൻ്റെ ആ സബ്സ്റ്റൻസ് ആ ഇലക്ട്രോണിനെ പിടിച്ചേക്കുവാണ്. ആ പിടിച്ചേക്കണത് വിടിയിക്കാനായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് വിടിയിച്ചിട്ട് അതിന് പുറത്തേക്ക് ചാടാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ് അത് ഇവിടെ നിന്ന് എഴുതാം അല്ലെ. ½ mv² എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ന്യൂ മൈനസ് ന്യൂ0 ആയിരിക്കും. ഓക്കെ, ന്യൂ0 ഇസ് ദ ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ. അപ്പൊ ഈ ഇക്വേഷൻ എന്താ ഇംപ്ലൈ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂട്ടി കൊടുക്കുകയാണ് അല്ലെ. കൂട്ടി കൊടുക്കണ അനുസരിച്ച് എന്ത് പറ്റും? ഈ 50 എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന് സെയിം ആയിരിക്കും. അപ്പൊ ലൈറ്റിന്റെ എച്ച് ന്യൂ നമ്മൾ മീൻസ് ലൈറ്റിന്റെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടിക്കൊടുത്തു എന്ന് പറയുമ്പോഴേക്ക് എന്ത് പറ്റും? ഈ ന്യൂ കൂടുന്ന അനുസരിച്ച് ഇലക്ട്രോൺസിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടിക്കൊണ്ടിരിക്കും. സോ അതാണ് പറയണത്, ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് എനർജി ക്യാരിഡ് ബൈ ഈച്ച് ഇലക്ട്രോൺ. ഫോട്ടോണിന്റെ എനർജി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് എമിറ്റ് ചെയ്യണ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കും. Okay,
and if nu 0 is the frequency equivalent of the work function phi 0. Okay, phi 0 ന് വർക്ക് ഫംഗ്ഷന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫൈ സീറോ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ന്യൂ സീറോന് പറയുന്ന പേരാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കുറവാണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ ആ ഇലക്ട്രോണിനെ ആ മെറ്റീരിയലിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാനുള്ള എനർജി കിട്ടില്ല. അപ്പൊ ന്യൂ സീറോ എന്ന് പറയുന്നതാണ് ആ കട്ട് ഓഫ് ഫ്രീക്വൻസി. അത്രയും ന്യൂ സീറോയിനേക്കാൾ കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ലൈറ്റിന്റെ എനർജിക്ക് മാത്രമേ ആ സബ്സ്റ്റൻസിൽ നിന്ന് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്തിട്ട് ആ ഇലക്ട്രോണിന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ന്യൂ സീറോനെ പറയുന്ന പേരാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ പ്രീവിയസ് ഇക്വേഷനിൽ ഇവിടെ എച്ച് ഫൈ സീറോന് പകരം നമുക്ക് ന്യൂ സീറോ എച്ച് ന്യൂ സീറോ എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇഫ് ന്യൂ ഇസ് ലെസ് ദാൻ ന്യൂ സീറോ ദിസ് ക്വാണ്ടിറ്റി വിൽ ബി നെഗറ്റീവ് കൈനറ്റിക് എനർജി പറ്റില്ല. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് നോ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. So if nu is less than nu zero, no photoelectrons are emitted. In order for the material to emit photoelectron, the incident frequency should always be greater than the threshold frequency. Okay. As nu increases, half mv square increases. That is the kinetic energy of the photoelectrons increases. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് അല്ലേ? നമ്മുടെ കൺക്ലൂഷൻ 2 അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ കൺക്ലൂഷൻ 1 ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയണത്. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റെഫേഴ്സ് ടു ദ വോൾട്ടേജ് റിക്വയർഡ് ടു ദ സ്റ്റോപ്പ് ദ ഫോട്ടോ ഇലക്ട്രോൺ ഹാവിങ് മാക്സിമം കൈനറ്റിക് എനർജി അല്ലേ? നമ്മൾ കൂടുതൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസിനെ കളക്ടിങ് പ്ലേറ്റിൽ എത്തുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുവാണ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയണത്? stopping potential. So the kinetic energy of the electron should be equal to the stopping potential ആവുമ്പോഴാണ് അത് വരാണ്ടിരിക്കുന്നത്. സോ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ വി സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതി ഇ വി സി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എഴുതി? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എച്ച് ന്യൂ ഞാൻ പറഞ്ഞു ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. വി സി എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ്. സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. അതായിരുന്നു കൺക്ലൂഷൻ 3. അത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് മാക്സിമം കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഗ്രാഫാണ്. ഇവിടെ നമുക്കറിയാം ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി ആവണ വരെ ഫോട്ടോ ഇലക്ട്രോൺസ് ഒന്നും എമിറ്റ് ചെയ്യണില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കൈനറ്റിക് എനർജി ഇല്ല അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് വെച്ചും ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടുതലാവുമ്പോൾ എന്ത് വെച്ച് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ന്യൂ സീറോന് ശേഷം ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായി അത് കഴിഞ്ഞ ഫ്രീക്വൻസി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വെച്ചും കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സുഖമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? ന്യൂ കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാൻ പറയുന്നത് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയെ പറ്റിയാണ്. ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻസിഡന്റ് ചെയ്യണ ലൈറ്റിൽ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടാവുക എന്നാണ്. കൂടുതൽ പാക്കറ്റ്സ് ഓഫ് എനർജി ഉണ്ടാവുക എന്നാണ് അതിനർത്ഥം അല്ലേ? വെള്ളം ചെറുതായിട്ട് തുറന്നു വിടുന്നതും വെള്ളം നല്ല ഫുൾ സ്പീഡിൽ തുറന്നു വിടുന്നതും പോലെയാണ്. ചെറുതായിട്ട് തുറന്നിടുമ്പോൾ എന്താണ്? അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്. ഫുൾ സ്പീഡിൽ നമ്മൾ തുറന്നു വിടുമ്പോൾ എന്താ പറ്റുന്നത്? കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് വന്നുകൊണ്ടിരിക്കുക എന്നാണ്.
അപ്പോൾ ഒരു ഫോട്ടോൺ ആണ് പോയിട്ട് ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിപ്പിക്കണത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോൺസിന് പോയിട്ട് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് കൂടുതലാണ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യണ ലൈറ്റിന്റെ ഫ്രീക്വൻസി എങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറയണത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് വിൽ ഇൻക്രീസ്. ഓക്കെ, സോ അത് ഏത് കണ്ടീഷനിലാണ്, ഇഫ് ദ ലൈറ്റ് ഇൻസിഡന്റ് is having a frequency greater than the threshold frequency, number of electrons emitted is proportional to the intensity of light. Okay, threshold frequency ക്ക് കുറവാണെങ്കിൽ നമ്മൾ എത്ര ഇന്റൻസിറ്റി കൂട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല, അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏതാണ്, കൺക്ലൂഷൻ നമ്പർ 4 എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് is an elastic collision between a photon and an electron. ഒരു ഫോട്ടോൺ വന്ന് ഇലക്ട്രോണിൽ വീഴുമ്പോൾ അത് തമ്മിലുള്ള ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പറ്റണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോണിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്യും. And that is a single event which involves transfer of energy without any time lag. പെട്ടെന്ന് സംഭവിക്കും, ലൈറ്റ് വന്ന് വീഴുമ്പോഴേക്കും ഇലക്ട്രോൺ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യും. അതൊരൊറ്റൊരു ഇവന്റ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പെട്ടെന്നായിരിക്കും നടക്കുന്നത്, ടൈം ലാഗ് ഇല്ലാണ്ട് പെട്ടെന്നായിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പെട്ടെന്ന് തന്നെ ഈ ഇൻസിഡന്റ് റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ തന്നെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണത്. സോ അത് 5ാമത്തെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഐൻസ്റ്റീൻ എന്താ പറയുക, പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ട് ഇതിലെല്ലാ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ എല്ലാ കൺക്ലൂഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. As a result, Einstein received the Nobel Prize in Physics in 1921 for his explanation of photoelectric effect. Okay, and photoelectric effectലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പസ്കുലർ ഈ നേച്ചർ ഓഫ് ലൈറ്റ്, അതായത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആണ് ഇതിനകത്ത് ഐൻസ്റ്റീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.